ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ വ്യവസായത്തെ ചില സംരംഭങ്ങൾക്ക് ഇളവുകൾ നൽകാനുള്ള സർക്കാരിന്റെ നീക്കം. അതായത് കാറ്റഗറി 1 വരുന്ന സംരംഭങ്ങൾക്ക് ലൈസൻസ് വേണ്ട എന്നാണ് സർക്കാർ പറയുന്നത്. പകരം തദ്ദേശ സ്ഥാപനങ്ങളിൽ രജിസ്ട്രേഷൻ മാത്രം മതിയാകും എന്നുള്ള കാര്യമാണ് തദ്ദേശ വകുപ്പ് മന്ത്രി അറിയിച്ചത്. ഈ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിയമങ്ങളിലും ചട്ടങ്ങളിലുമൊക്കെ കാലോചിതമായിട്ടുള്ള മാറ്റം വരുത്താൻ ആലോചിക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. സമീപകാലത്ത് പല വിഷയങ്ങളിലും സർക്കാർ ഈ മാറ്റം വരേണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പല വിഷയങ്ങളിലായിട്ട് ഏത് സംരംഭത്തിനും പഞ്ചായത്തുകളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന് വ്യവസ്ഥ കൊണ്ടുവരാനാണ് തദ്ദേശ വകുപ്പിന്റെ ആലോചന. സംരംഭങ്ങളെ രണ്ടായി തരംതിരിക്കും. തദ്ദേശ വകുപ്പുകളിൽ നിന്ന് സംരംഭങ്ങൾക്ക് ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ മാത്രം മതിയെന്ന തീരുമാനത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ കടക്കാൻ പോകുന്നത്. ഈ ലൈസൻസിന് ലഭിക്കുന്നതിന്റെ നൂലാമാലകൾ ഒഴിവാക്കാനാണ് പരിഷ്കാരം. നേരത്തെ തന്നെ നിരവധി വിഷയങ്ങളിൽ അല്ലെങ്കിൽ നിരവധി ഘട്ടങ്ങളിൽ പലരും പരാതിപ്പെട്ടിട്ടുള്ള ഇല്ലെങ്കിൽ പലർക്കും ഒരു വ്യവസായം തുടങ്ങാൻ തടസ്സമായിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് മാറ്റം വരുത്തുക എന്നതായിരിക്കാം ഒരുപക്ഷെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നൂലാമാല ഒഴിവാക്കുക എന്നതായിരിക്കും സർക്കാരിന്റെ ലക്ഷ്യം. പക്ഷേ നമുക്ക് ഈ ചട്ടങ്ങളിലെ മാറ്റത്തെക്കുറിച്ച് വിശദമായി നോക്കാം. അപ്പം ഒരു പക്ഷേ എന്തുകൊണ്ടൊക്കെയാണ് സർക്കാർ ഇതിലേക്ക് എത്തിയിരിക്കുന്നത്, അത് ഏത് തരത്തിലൊക്കെ സർക്കാരിന് ലാഭമുണ്ടാക്കും, എങ്ങനെയൊക്കെ സർക്കാർ ഇതിൽ പഴി കേൾക്കേണ്ടി വരും, ഇതിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ചില ആരോപണങ്ങളുണ്ട്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഘട്ടത്തിൽ വ്യവസായത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ വ്യവസായ സൗഹൃദത്തെക്കുറിച്ച് ഇത്രയധികം ചർച്ചകൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കടന്നു എന്നുള്ളത് എലപ്പുള്ളിയെ ഈ ബ്രൂവറിയൊക്കെ ബന്ധപ്പെടുത്തി നോക്കേണ്ടതുണ്ട്. അത്തരത്തിൽ എന്തൊക്കെയാണ് ഈ ചട്ടങ്ങളിൽ വന്നിരിക്കുന്ന ഈ തദ്ദേശ ചട്ടങ്ങളിൽ വരുത്തിയിരിക്കുന്ന മാറ്റം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആ മാറ്റങ്ങളിൽ പ്രധാനമായി പറയുന്നത് ഈ വ്യവസായ മേഖലകളിൽ ഇളവ് സർക്കാർ അംഗീകരിച്ച കമ്മിറ്റിയുടെ ശുപാർശകൾ, അതായത് ഇതിൽ നൽകുന്ന അതായത് സർക്കാർ ഏതൊക്കെ അംഗീകരിച്ചിട്ടുണ്ടോ, അതായത് നേരത്തെ കുറച്ച് ആളുകളെ വെച്ചിട്ട് അതായത് വിവിധ വിഭാഗത്തിൽ നിന്ന് ആളുകളെ വെച്ച് അന്വേഷിച്ച ആ കമ്മിറ്റിയാണ് സർക്കാരിൻ്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ, അതായത് വ്യവസായത്തെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാം ഇല്ലെങ്കിൽ എന്തൊക്കെ കുറച്ചുകൂടി ഈസി ആക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തി അതാണ് സർക്കാരിനെ അറിയിച്ചത്. അതാണ് ഇന്ന് അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഈ വ്യവസായങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് വേണ്ട എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. മറ്റൊന്ന് രജിസ്ട്രേഷൻ മാത്രം മതി എന്നുള്ളതാണ്. സംരംഭം ഉണ്ടെന്ന് പഞ്ചായത്ത് അറിഞ്ഞാൽ മാത്രം മതി എന്നുള്ളതാണ് അതിൽ കുറച്ചുകൂടി ഈസി ആയിട്ട്. അതായത് ഇങ്ങനൊരു പരിപാടി തുടങ്ങുന്നുണ്ട്, അത് പഞ്ചായത്തിനെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നൂലാമാലകളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കാറ്റഗറി 1 വരുന്നതിന് ലൈസൻസ് വേണ്ട. കാറ്റഗറി 1 ഉൾപ്പെടുന്ന വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം അറിയണം. അതായത് ഇന്നിപ്പോൾ മന്ത്രി ആ കാര്യമാണ് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചപ്പോൾ പോലും ഈ ബ്രൂവറി ഇതിൽ പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നൊക്കെ മന്ത്രി പറഞ്ഞു. അപ്പം ഏതൊക്കെയാണ് കാറ്റഗറി 1 പെടുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ കാറ്റഗറി 1 പെടുന്ന വ്യവസായം ഉൽപാദന യൂണിറ്റുകളാണ്. അതായത് ഉൽപാദന യൂണിറ്റുകളിൽ ഈ ചെറുകിട യൂണിറ്റുകൾ എടുക്കും. നമ്മൾ വീടുകളിൽ നടത്തുന്ന വ്യവസായ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ആ യൂണിറ്റുകളാണ്, ഉൽപാദന യൂണിറ്റുകളാണ് ഈ കാറ്റഗറി 1 പെടുന്നത്. മറ്റൊന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഈ വൈറ്റ് ഗ്രീൻ എന്നിവയിലുള്ള യൂണിറ്റുകൾക്ക് പഞ്ചായത്തിന്റെ രജിസ്ട്രേഷൻ വേണം. ഈ റെഡ് ഓറഞ്ച് വിഭാഗത്തിലുള്ള യൂണിറ്റുകൾക്ക് ലൈസൻസ് എടുക്കണം. അങ്ങനെയാണ് അത് തരംതിരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം ഫാക്ടറി പോലെയുള്ള സംരംഭങ്ങളാണ്. ആ ഫാക്ടറി പോലെയുള്ള സംരംഭങ്ങളും ഈ കാറ്റഗറി 1 വരുന്നത്. പിന്നെ ചെറിയ സംരംഭം നടത്തുന്ന വീടുകൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ചെറിയ കുടിൽ വ്യവസായം പോലെയൊക്കെ നടത്തുന്ന സംരംഭങ്ങളുണ്ട്, അതാണ്. മറ്റൊന്ന് മദ്യനിർമ്മാണശാല ഉൾപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ആ മദ്യനിർമ്മാണശാല ഇതിൽ ഉൾപ്പെടും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രൂവറി കാറ്റഗറി 1 വ്യവസായ സൗഹൃദമാണോ എന്നുള്ള ചോദ്യം വരും. അതായത് ഇപ്പോൾ ബ്രൂവറിയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ദിവസമായി മാസങ്ങളായിട്ട് ഈ ചർച്ച നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് തദ്ദേശ വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു അയവ് ഇങ്ങനെയൊരു കാര്യം ഈ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് അത് ചോദ്യം ചെയ്യപ്പെടും. അത് സർക്കാരിൻ്റെ ലാഭത്തിന് വേണ്ടിയാണെന്നും അത് സർക്കാരിൻ്റെ മറ്റൊരു തന്ത്രമാണ് എന്നുള്ള രീതിയിൽ അത് വിലയിരുത്തപ്പെടും. അതങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പം ഈ പ്രഖ്യാപിച്ചിരിക്കുന്നത് വ്യവസായ സൗഹൃദമാണോ എന്നറിയണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള, അതായത് ഈ പറഞ്ഞ കാറ്റഗറി 1 എന്തൊക്കെ ഉൾപ്പെടും, ആർക്കൊക്കെ ഇത് ലാഭകരമാകും, ആരൊക്കെ ഇങ്ങനെ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട അവസ്ഥയില്ലാതെ ും പഞ്ചായത്തുകൾക്ക് ഇതിൽ എത്രത്തോളം റിലീഫ് ഉണ്ടാകും, പഞ്ചായത്തുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ വരുമ്പോൾ മാത്രമാണ് ഇത് വ്യവസായ സൗഹൃദമാണോ ഈ നടപടി എന്നതിനെക്കുറിച്ച് ധാരണയാകും. ഈ വ്യവസായ സൗഹൃദം എന്ന വാക്ക് തന്നെ നമുക്കറിയാം, കുറെ കാലമായിട്ട് ഈ അന്തരീക്ഷത്തിലുണ്ട്. അതായത് ഇപ്പം ലാസ്റ്റ് ശശി തരൂരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വരെ
വന്നു നിൽക്കുന്ന വലിയ വിവാദങ്ങൾ വ്യവസായ സൗഹൃദവുമായിട്ട് കേരളത്തിന്റെ ഇപ്പം ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ അറിയാം ഇവിടെ എത്രത്തോളം, അതായത് ഇവിടുത്തെ ഒരു ഭൂസ്ഥിതിയിൽ ഇവിടുത്തെ ഒരു സാഹചര്യത്തിനൊക്കെ അനുസരിച്ചുള്ള വലിയ രീതിയിലുള്ള വ്യവസായ അന്തരീക്ഷം ഇല്ലെങ്കിൽ സൗഹൃദ അന്തരീക്ഷം ഇവിടെയുണ്ട് എന്നൊക്കെ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടിൽ പോലും അത്തരത്തിലുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ കേരളത്തിൽ വലിയ ഭൂപ്രദേശമൊക്കെ എടുത്ത് വലിയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പോലെയുള്ള വലിയ വ്യവസായങ്ങളിലേക്ക് കടന്നിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ഭൂമിയോ ഇല്ലെങ്കിൽ ആ സാഹചര്യമോ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഉള്ള സാഹചര്യത്തിൽ അത് ചെയ്യുന്നുണ്ട് എന്ന് സർക്കാർ പലയിടത്തും ബോധ്യപ്പെടുത്തുന്നുണ്ട്. പഠനങ്ങളും അത് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, അപ്പം ഈ തെളിയിക്കപ്പെടേണ്ടത് ഇത്രമാത്രമാണ്. വ്യവസായ സൗഹൃദത്തിന് ഇത് എത്ര ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. മറ്റൊന്ന്, ഈ പഞ്ചായത്തുകളുടെ അധികാരം കവരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നമ്മൾ തേടുമ്പോൾ അവിടെ നിന്ന് പ്രസിഡന്റൊക്കെ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിനിധി എലപ്പുള്ളിയിലെ നമ്മളോട് സംസാരിച്ചത് ഇത് പഞ്ചായത്തുകളുടെ അധികാരം കവരുന്ന നീക്കമാണ് എന്നതാണ്. അതായത് ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്ത്, ആ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു വ്യവസായം ആരംഭിക്കുമ്പോൾ അതിൽ പഞ്ചായത്തിനുള്ള പങ്ക് ഇല്ലെങ്കിൽ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങളുടെ ആ അധികാര കവർച്ചയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സർക്കാർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ഇല്ലെങ്കിൽ അത്തരത്തിൽ അത് ദോഷം ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. മറ്റൊന്ന്, ഈ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ്, അധികാര കേന്ദ്രീകരണമാണോ സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉയരുന്ന മറ്റൊരു ചോദ്യം. അങ്ങനെ ഒരു അധികാര കേന്ദ്രീകരണം സർക്കാർ നടത്തുമോ എന്നുള്ളത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ത്രിതല പഞ്ചായത്തുകളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള, ഇപ്പം പൂർണ്ണമായിട്ട് തദ്ദേശ വകുപ്പ് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. അതിലേക്ക് കൂടുതൽ അധികാരം പ്രയോഗിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉയരുമ്പോൾ ഈ പറഞ്ഞ അധികാര കേന്ദ്രീകരണമാണോ സർക്കാർ ലക്ഷ്യമെന്നൊക്കെ സംശയം തോന്നിയേക്കാം. പക്ഷേ അത് ക്ലിയർ ചെയ്യേണ്ടത് ആ വകുപ്പിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. മറ്റൊന്ന്, ഭേദഗതി ഒയാസിസിന് വേണ്ടിയാണോ എന്നുള്ളതാണ്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്ത് വളരെ പ്രസക്തമാകുന്നത്. അപ്പം നോർമലി ഇത്തരത്തിലൊരു ഉത്തരവ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചട്ട ഭേദഗതി നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള അത്രയും സർക്കാർ ചോദ്യം ചെയ്യപ്പെടില്ല. പക്ഷേ ഇപ്പോൾ ഈ ബ്രൂവറിയുടെ കാര്യം ഇല്ലെങ്കിൽ ഒയാസിസ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് നടപ്പിലാക്കാൻ സർക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഘടകകക്ഷികളിൽ നിന്ന് പോലും എതിർപ്പ് ഉയർന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം പാർട്ടി തീരുമാനിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ സർക്കാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത് ഒയാസിസിന് വേണ്ടിയാണോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉയരും. ഈ എലപ്പുള്ളിയിൽ തുടങ്ങാൻ പോകുന്ന ഈ മദ്യനിർമ്മാണശാല ഈ കാറ്റഗറിയിലാണോ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, മന്ത്രിയുടെ അടുത്ത് അത് ചോദിച്ചപ്പോൾ മന്ത്രി എം വി രാജശേഖരന് കൃത്യമായിട്ടുള്ളൊരു, അതായത് അദ്ദേഹം പറഞ്ഞത് അത് പരിശോധിക്കേണ്ടി വരും എന്നാണ്. അതായത് ഈ കാറ്റഗറി 1-ൽ ഇത് പെടുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന് എന്തായാലും അറിയാഞ്ഞിട്ടായിരിക്കില്ല. പക്ഷേ അങ്ങനെ ഒരു വിവാദത്തിലേക്കോ ഇല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് മറ്റൊരു ചോദ്യങ്ങളിലേക്കോ ഒന്നും കിടക്കണ്ട എന്ന് കരുതിയിട്ടാണോ എന്താണെന്ന് അറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അദ്ദേഹത്തിന് അത് ചെക്ക് ചെയ്യേണ്ടി വരും. എന്താണെങ്കിലും അത് അതിലേക്ക് കടന്നിട്ടില്ല. ഈ കമ്മിറ്റി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണല്ലോ, അത് അംഗീകരിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്രൂവറി അതിൽ വരുമോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാതിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷേ അറിഞ്ഞിട്ടും മിണ്ടാത്തതാണ് എന്ന് വേണമെങ്കിലും കരുതാം. അപ്പോൾ എന്തായാലും ഈ എലപ്പുള്ളിയിൽ ബ്രൂവറി യാഥാർത്ഥ്യമാകുമോ, അതിനുള്ള വഴിയാണോ എളുപ്പമാക്കിയിരിക്കുന്നത് എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അത് വിശദീകരിക്കും ഷിജോ കുര്യൻ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ യൂണിറ്റ് 2-ൽ ഉൾപ്പെടുന്ന, അതായത് റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് പാലക്കാട് എലപ്പുള്ളിയിൽ തുടങ്ങാൻ പോകുന്ന മദ്യനിർമ്മാണശാലയ്ക്ക് ലൈസൻസ് വേണം. പക്ഷേ അത് സാങ്കേതികത്വം മാത്രമാണ്. അതായത് ലൈസൻസ് വേണമെന്നിരിക്കെ അത് പഞ്ചായത്തിൽ ഏകജാലക സംവിധാനത്തിലൂടെ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ അവർക്ക് ലൈസൻസ് ലഭിക്കും. അത് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുകയും ചെയ്യണം, അത് നിർബന്ധമാണ്. പക്ഷേ ഈ ലൈസൻസ് അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈസൻസ് അപേക്ഷിക്കുമ്പോൾ ഇത് പഞ്ചായത്തിന് നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റെഡ് ഓർ ഓറഞ്ച് ഈ വിഭാഗത്തിലാണ്, ഈ യൂണിറ്റിലാണ് വരുന്നതെങ്കിൽ പോലും പഞ്ചായത്തിൽ നിന്ന് ഏകജാലക സംവിധാനത്തിലൂടെ ഈ പറയുന്ന മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി വാങ്ങിയെടുക്കാം. പക്ഷേ ഈ പറയുന്ന സർക്കാരിന്റെ കാറ്റഗറി 1-ലാണ് ഈ പറയുന്ന മദ്യനിർമ്മാണശാല ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന മദ്യനിർമ്മാണശാലയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുക്കേണ്ട കാര്യമില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റെഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ഈ പറയുന്ന കാറ്റഗറി 1-ലാണ് ഇപ്പോൾ പാലക്കാട് എലപ്പുള്ളിയിൽ തുടങ്ങാൻ പോകുന്ന മദ്യനിർമ്മാണശാല ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പഞ്ചായത്തിൽ പോയി ലൈസൻസ് എടുക്കേണ്ടതായിട്ടില്ല, രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ ഇവിടെ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നു, അതായത് ഉൽപാദന യൂണിറ്റുകളാണ് കാറ്റഗറി 1-ൽ ഉൾപ്പെടുന്നത്. അതായത് എന്തുൽപാദനമായാലും എന്തുൽപ്പന്നമായാലും അത് ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകളാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ട് കാറ്റഗറി 1-ൽ ഉൾപ്പെടുന്നത്. കാറ്റഗറി 2-ൽ ഉൾപ്പെടുന്നത് വ്യാപാരം, വാണിജ്യം തുടങ്ങിയ കാര്യങ്ങളാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പാലക്കാട് എലപ്പുള്ളിയിൽ തുടങ്ങാൻ പോകുന്ന മദ്യനിർമ്മാണശാല ബ്രൂവറി കാറ്റഗറി 1-ൽ ഉൾപ്പെടുന്നത് കൊണ്ട് അവർക്ക് ലൈസൻസ് വേണ്ട. പകരം പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നേടിയെടുക്കാം. അതാണ് ഇതിന്റെ ഒരു സാരാംശം. പഞ്ചായത്തിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട്, അതായത് ഈ പറയുന്ന ഒരു സംരംഭം തുടങ്ങുമ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ മറ്റു പ്രശ്നമോ ഉയർന്നു വന്നാൽ, അല്ലെങ്കിൽ ആ സംരംഭത്തെക്കുറിച്ച് ആക്ഷേപം ഉയർന്നു വന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് പോയി പരിശോധിക്കണം. അതിനകത്ത് പരിശോധിക്കുമ്പോൾ പോലും ഈ സംരംഭത്തിന് അനുമതി നിഷേധിക്കാൻ പഞ്ചായത്തിന് കഴിയില്ല. അതായത് പുതിയ വ്യവസ്ഥ പ്രകാരം, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയറക്ടർ അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ ശുപാർശ പ്രകാരം പഞ്ചായത്തിന് ഇങ്ങനൊരു പരാതി ഉയർന്നു വന്നാൽ ആ പരാതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നിബന്ധനകൾ മുന്നോട്ട് വെക്കാം എന്നുള്ളതല്ലാതെ ആ പറയുന്ന സംരംഭത്തിന് അനുമതി നിഷേധിക്കാൻ കഴിയില്ല. ചില നിബന്ധനകൾ പറഞ്ഞുകൊണ്ട് ആ സംരംഭത്തിന് അനുമതി നൽകുക, അങ്ങനൊരു അധികാരത്തിലേക്ക് മാത്രം പഞ്ചായത്തിന്റെ അധികാരം പോകും. അതായത് പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു അധികാര വികേന്ദ്രീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ള ആക്ഷേപം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. സംരംഭങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പക്ഷേ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളാണ് നിയമത്തിലും ചട്ടത്തിലും വരുത്തുന്നതെന്നാണ് മന്ത്രി MP രാജേഷ് പറഞ്ഞു വെക്കുന്നത്. ശ്രീജ പറഞ്ഞതുപോലെ അങ്ങനെ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ വ്യവസായം ലക്ഷ്യമിടുന്ന ആളുകൾക്ക്, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പം നമുക്കറിയാം 2020 ആ സമയത്തൊക്കെ എത്രത്തോളം, അതായത് ഇവിടെ വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് മറ്റ് സ്റ്റേറ്റിലൊക്കെ പോയിട്ടുള്ള ആളുകളൊക്കെ, സംരംഭകരൊക്കെ ഇല്ലെങ്കിൽ ബിസിനസ്സുകാരൊക്കെ ഇവിടെയുണ്ട്. അപ്പം അവർക്ക് കുറച്ചുകൂടി ആശ്വാസകരമായിരുന്നൊരു ആകാൻ സാധ്യതയുള്ളൊരു രീതിയായിരിക്കും സർക്കാർ ഇനി ഈ പറയുന്ന കാലോചിതമായ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കമിടാൻ പോകുന്നത്. പക്ഷേ അതിൽ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പ് മുന്നിലുണ്ട്. എന്തുകൊണ്ട് ഇത് ഇപ്പം നാളെ മുതൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് വരും. കാരണം ഇന്നിപ്പോൾ മന്ത്രി MP രാജേഷും മന്ത്രി P രാജുവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ എന്തായാലും നാളെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷം ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ അത് നാളെ മുതൽ ഉണ്ടാകും, വലിയ ചർച്ചയാകും. എന്തുകൊണ്ട് ഈ സമയത്ത് തദ്ദേശ ഭരണ സ്ഥാപനത്തിന്, ഒരു ഗ്രാമപഞ്ചായത്തിന് അതിലുള്ള അധികാരം വെട്ടിക്കുറയ്ക്കുന്നു, ഇല്ലെങ്കിൽ ആ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നു എന്നൊക്കെയുള്ളത് വലിയ വിഷയമാണ്. അതിന് സ്വാഭാവികമായിട്ടും ഏതു തരത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും അത് അവസാനിപ്പിക്കുക, ആ വിവാദങ്ങൾ ഒരു തരത്തിൽ കൺട്രോൾ ചെയ്യാൻ സർക്കാരിന് എങ്ങനെ സാധിക്കും, എന്ത് വിശദീകരണം അതിൽ ഇനി മന്ത്രിമാർ നടത്തുമെന്നതൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും വലിയ വിഷയമാണ് തുടക്കമായിരിക്കുന്നത്. ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ആണ് ഈ ഇത്തരത്തിലൊരു ഭേദഗതിയിലേക്ക് ഇല്ലെങ്കിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നതൊക്കെയാണ് ചർച്ചയാകാൻ സാധ്യതയുള്ളത്. എന്തായാലും